നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ പ്രാവശ്യം നോക്കാൻ പോകുന്നത് ഒരു പുതിയൊരു മിക്സറാണ്. PV10BT എന്ന് പറയുന്ന ഒരു മിക്സറാണ്. ബ്ലൂടൂത്ത് എനേബിൾഡ് മിക്സറാണത്. ഞാൻ എൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒരു ഹോം സ്റ്റുഡിയോ ഉണ്ട് എനിക്ക്. അപ്പോൾ മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് മോണിറ്റേഴ്സ് ഇതായിരുന്നു, നോയ്മാൻ്റെ KH120 എന്ന് പറയുന്ന മോണിറ്റേഴ്സാണ്. അതുകൂടാണ്ട് ഇപ്പോൾ പുതിയൊരു ജനലിക്കിൻ്റെ ഒരു പെയർ ഓഫ് സ്പീക്കേഴ്സും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ട്രയലിന് കിട്ടിയ ഒരു കൺസോളാണിത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു മിക്സറാണ് ഇത്. ചെറിയൊരു കോമ്പാക്റ്റ് മിക്സറാണ്. റെക്കോർഡിംഗ് സ്റ്റുഡിയോസിൽ പറ്റുന്ന സാധാരണ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന കൺസോളിലൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ മിക്സിംഗ് കൺസോളിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ താൽക്കാലികമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് കൊടുക്കണം എന്നുള്ള ഒരു കരാറിലാണ് എനിക്കിപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോസിൽ മാത്രമല്ല, നമുക്ക് ലൈവിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതും സാധാരണ നമ്മൾ ലൈവ് കൺസോൾസിലൊന്നും കാണാത്ത കുറേ സൗകര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഏറ്റവും മുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം കാണുന്നത് നമുക്ക് ലൈൻ ഇൻപുട്ടാണ്, മൈക്രോഫോൺ ഇൻപുട്ടാണ്. കോംബോ XLRs ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ജാക്കും കൊടുക്കുക, അതുകൂടാണ്ട് XLRും കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അതിൻ്റെ നേരെ താഴത്ത് വരുന്നത് ഡയറക്റ്റ് ഔട്ട്പുട്ടാണ്. ഡയറക്റ്റ് ഔട്ട്പുട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ അനലോഗ് കൺസോൾസിലും മാത്രമേ സാധാരണ നമ്മൾ ഡയറക്റ്റ് ഔട്ട്പുട്ട് ഉണ്ടാവാറുള്ളൂ. ഇതുപോലെ ഒരു കോമ്പാക്റ്റ് കൺസോളിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. ചെറിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലൊക്കെ ഉള്ള ഇതിൽ മാത്രമേ ഞാൻ ഈ ഡയറക്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന സംഭവം ഞാൻ അധികം കണ്ടിട്ടുള്ളൂ. നമ്മുടെ ലൈവിലൊന്നും അങ്ങനെ ചെറിയ കൺസോൾസിലൊന്നും അങ്ങനെ ഡയറക്റ്റ് ഔട്ട്പുട്ട് അങ്ങനെ വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. എൻ്റെ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അതെന്തോ ഒരു ഡിസൈനിങ്ങിൻ്റെ സ്റ്റൈലിൽ വെച്ചാണ്. ഇനിയിപ്പോൾ നമുക്ക് വല്ല ഐപാഡ് അങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ അത് വെക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും അവിടെ ഒരു ഗ്യാപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ താഴോട്ട് വരുമ്പം ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഒരു ഹൈപാസ് സ്വിച്ചാണ്. ഹൈപാസ് സ്വിച്ച് വേണമെങ്കിൽ ഹൈപാസ് സ്വിച്ച് കൊടുക്കുക. നമ്മളിതൊന്ന് ഡിസേബിൾ ചെയ്യാണ്. അപ്പം മുകളിലോട്ട് പൊന്തി കടന്നാൽ ഹൈപാസ് സ്വിച്ച് ഇല്ല എന്നുള്ളതാണ്. അപ്പം അതൊന്ന് അമർത്തി കൊടുത്താൽ അപ്പോൾ ഹൈപാസ് സ്വിച്ച് വന്നു. അപ്പം എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ അമർത്തണം, എന്നാലും മാത്രമേ ഹൈപാസ് വർക്ക് ചെയ്യുള്ളൂ. അതിൻ്റെ നേരെ താഴത്ത് നമുക്കുള്ളത് ഗെയിനാണ്. ഗെയിൻ കൺട്രോളർ വരുന്നുണ്ട്. പിന്നെ കംപ്രസർ 1 കംപ്രസർ. സാധാരണ നമ്മളിത് യമഹയുടെ അനലോഗ് കൺസോൾസിലാണ് 1 കംപ്രസർ കണ്ടത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ കാണുന്നത്. അതിൻ്റെ നേരെ താഴത്ത് വരുന്നത് നമ്മുടെ 3 ഈക്വലൈസേഴ്സ്, ഹൈ, മിഡ്, പിന്നെ ലോ. പിന്നെ അതിന് EQ ബൈപ്പാസ് ചെയ്യണോ വേണോ എന്നുള്ള ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചും കൂടി ഉണ്ട്. അതൊന്ന് അമർത്തി നോക്കാം. അപ്പം ടെസ്റ്റ് യാതൊരു മാറ്റം കാണുന്നില്ല. അപ്പം ഇതിപ്പം EQ ബൈപ്പാസിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് നോക്കാം. ഇനി മാറ്റുമ്പോൾ ടോണിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ടെസ്റ്റ് ഓക്കെ. ഹൈ കട്ടായി, ബൂസ്റ്റായി, ഹൈ ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. മിഡ് നോക്കാം. മിഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ലോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് മുകളിലോട്ട് കിടക്കണം എങ്കിൽ മാത്രമേ EQ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ EQ വർക്ക് ചെയ്യില്ല. ഡയറക്റ്റ് പോവുകയാണ് ചെയ്യുക, നമ്മുടെ വോളിയം കൺട്രോളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് EQ സെക്ഷനിലേക്ക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഓക്സ് ഔട്ട്പുട്ട് ഉണ്ട്, ഒരൊറ്റ ഓക്സ് ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ എഫക്ട്സ് ആണ്, ഡിജിറ്റൽ എഫക്ട്സ് വരുന്നുണ്ട്. ടെസ്റ്റ് അതിൻ്റെ എഫക്ട്സ് കൺട്രോളർ, ഓരോ ചാനലിൽ എഫക്ട്സ് കൺട്രോളർ ഉണ്ട്. എഫക്ട്സ് കൺട്രോളർ വരുന്നത് 4 ചാനലിൽ മാത്രമേ ഉള്ളൂ. മൊത്തം 6 ഫേഡ് സ്റ്റാറ്റസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 4 മാത്രമേ XLR വരുന്നതിൽ മാത്രമേ നമുക്ക് എഫക്ട്സ് കൺട്രോളർ അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഏത് വേണം എന്നുള്ളത് നമ്മുടെ ഈ സൈഡിലാണുള്ളത്. ഇത് ഈ ഒരു ഡിസ്പ്ലേ 2 വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് USB പ്ലേ ബാക്കിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ USB ട്രാക്കിൻ്റെ പേരൊക്കെ ഇതിൽ വരും. മുകളിൽ നമ്മുടെ എഫക്ട്സിൻ്റെയാണ് വരുന്നത്. താഴത്ത് USB നമ്മൾ എന്താണ് കൊടുത്തത് അതാണ്. ഇതിപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യുന്നത് എഫക്ട്സിൻ്റെയാണ്. റിവേർബ്, എഫക്ട്സ്, ഗിറ്റാർ, ഡിലേ, ഡബിൾ ഡിലേ എന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഡിലേ വന്നു.
ഡിലേ മാറ്റി നമുക്കിപ്പോൾ ഇതിന് ഡിലേ വേണ്ട. എനിക്ക് ഡിലേ സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമില്ലാത്ത ഒരു എഫക്ട്സ് ആണ്. ഒന്നും അധികമായിട്ട് കൊടുക്കരുത് എന്നുള്ള അഭിപ്രായക്കാരാണ്. എന്താണ് എൻഹാൻസ്ഡ് വോക്കലാണ് തോന്നുന്നത്, ചെക്ക് ചെയ്ത് നോക്കുക. അത് കൊടുത്തു നോക്കട്ടെ. ടെസ്റ്റ് എൻഹാൻസ്ഡ് വോക്കൽ, ഇതും പോരാ. ഇതിൽ ഇത്രയും നേരം റിവേർബ് ഉണ്ടായിരുന്നല്ലോ, ഇവിടെ പോയി. ഇത് റിവേർബ് പ്ലേറ്റ് മാറ്റി നോക്കട്ടെ. റിവേർബ് വോക്കൽ വന്നു. റിവേർബ് വോക്കൽ കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം റിവേർബ് വോക്കലിൽ ഓക്കെ. അപ്പം മുകളിലുള്ളത് നമുക്ക് റിവേർബിൻ്റെയും താഴത്തുള്ളത് USB പ്ലേ ബാക്കിൻ്റെ കാര്യങ്ങൾ രണ്ടിനും കൂടി ഒരൊറ്റ ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ താഴത്ത് വന്ന് എഫക്ട്സ് കൊടുത്തു. ഇനി എഫക്ട്സ് കട്ട് ചെയ്യാം. എഫക്ട്സിൽ കട്ട് ചെയ്ത് പിന്നെയുള്ളത് നേരെ പാൻ പോട്ട്. പക്ഷേ ഞാനിപ്പം ഇതിലേക്ക് റെക്കോർഡ് ചെയ്യാണ്. മോണോ ട്രാക്കായിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പാനിൽ ചേഞ്ച് ചെയ്യുന്നത് അറിയില്ല. എനിക്ക് ഇവിടുന്ന് അറിയുന്നുണ്ട്. ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. സ്റ്റീരിയോ ട്രാക്കിലാണെങ്കിൽ ശരിക്കും മനസ്സിലാവും. ഞാൻ ഇപ്പോൾ മോണോ ട്രാക്കിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പാന് പിന്നെ മ്യൂട്ട് ആയി. നമ്മുടെ വോളിയം കൺട്രോളർ ഓക്കെ. വോളിയം കൺട്രോളർ വർക്ക് ചെയ്യുന്നുണ്ട്. ഹലോ ടെസ്റ്റ്. വോളിയം കൺട്രോളർ ഓക്കെ. അത് കഴിഞ്ഞാൽ സോളോ, നമ്മുടെ PFL തന്നെയാണ് ഈ സോളോ എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ റെക്കോർഡിങ് സ്റ്റുഡിയോസിലുള്ള കൺസോൾസിനാണ് സാധാരണ സോളോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുള്ളത്. അതുപോലെ നമ്മുടെ പഴയ 90s ഇറങ്ങിയ കുറേ കൺസോൾസിലൊക്കെ നമുക്ക് സോളോ എന്നുള്ള ബട്ടൺ കാണാം. രണ്ടും സംഭവം ഒന്ന് തന്നെയാണ്. പ്രീഫൈഡർ ലെവൽ എന്നുള്ളതാണ് PFL. അതുകൂടാണ്ട് പ്രീഫൈഡർ ലിസണിങ് ആണ് PFL. സോളോ രണ്ടിൻ്റെയും പണി ഒന്ന് തന്നെയാണ്, പേര് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ 4 നമുക്ക് ഇപ്പം ഇൻസ്ട്രുമെൻറ്റ്സ് കണക്ട് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പക്ഷേ കംപ്രസർ വരുന്നില്ല, ഗെയിൻ മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഗെയിൻ മാത്രമേ ഉള്ളൂ, കംപ്രസറില്ല. മറ്റേ ആദ്യത്തെ 2 മാത്രമേ കംപ്രസർ വരുന്നുള്ളൂ. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് EQ, ഓക്സ്, എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് അനലോഗ് ഇൻപുട്ടാണ് 5 and 6 വരുന്നത്. 5 and 6 നമ്മുടെ ചെറിയ പിൻ കൊടുക്കുക. അതല്ലാതെ നമുക്ക് ഫോൺ ജാക്സ് വേണമെങ്കിൽ അത് കൊടുക്കുക. അതുകൂടാതെ നമുക്കിവിടെ RCA ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ടൈപ്പ് ഇൻപുട്ടുകളും അതിൻ്റെ അകത്ത് റിസീവ് ചെയ്യുന്നതാണ്. അതിലും ഈ പറഞ്ഞ പോലെ EQ, ഗെയിൻ ഉണ്ട്, ഓക്സ് ഉണ്ട്. പക്ഷേ അതിൽ എഫക്ട്സ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, എഫക്ട്സ് കൊടുത്തിട്ടില്ല. പിന്നെ അടുത്തത് വരുന്നത് 7 and 8 ആണ്. 7 and 8 നമുക്ക് ഡിജിറ്റലാണ് വരുന്നത്. USB-A പ്ലേ ബാക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. USB-A പ്ലേ ബാക്ക്, പിന്നെ അല്ലെങ്കിൽ നമുക്ക് USB-B പ്ലേ ബാക്കും ഇതിൽ കൂടെ തന്നെയാണ് വരുന്നത്. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ സ്പീക്കറിൽ കേട്ടുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വരുന്നതും ഇത് റെക്കോർഡ് ചെയ്യാൻ തന്നെയാണ്. ഇതിപ്പോൾ കുറച്ചിട്ടതാണ്. ഇനി കൂട്ടരിട്ട് കഴിഞ്ഞാൽ ഡിസ്റ്റോർട്ടഡ് ആകും, കാരണം മൈക്ക് പിക്ക് ചെയ്യുന്നുള്ളതുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ രണ്ടാമത് വരുന്നത് നമ്മുടെ ഓക്സ് സെൻ്റാണ്. ഒന്നെങ്കിൽ നമുക്ക് ജാക്ക് കൊടുക്കുക, അല്ലെങ്കിൽ XLR ഔട്ട്പുട്ട് കൊടുക്കുക. അത് നല്ലൊരു സംഭവമാണ്, XLR രണ്ടും കൂടി കൊടുത്തത്. അപ്പോൾ ഏത് കേബിൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് 9 and 10 ആണ്. ഇത് നമുക്ക് റിട്ടേൺ വരാനുണ്ടല്ലോ. എക്സ്റ്റേണൽ എഫക്ട്സ് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഇത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്റ്റീരിയോ ഇൻപുട്ടായി വേണമെങ്കിൽ ഇതിലും കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ആകെ ഒരൊറ്റ കൺട്രോളർ മാത്രമേ ഉള്ളൂ, സ്റ്റീരിയോ ലെവൽ കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരൊറ്റ കൺട്രോളർ മാത്രമേ ഉള്ളൂ. EQ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, വോളിയം കൺട്രോളർ മാത്രമേ അതുള്ളൂ. പിന്നെ അതിൻ്റെ കൂടാതെ നമുക്ക് ഫാൻറ്റം പവർ എനേബിൾ ചെയ്യാനുള്ള സംഭവം. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഡിജിറ്റൽ ഇതിൽ ഇൻപുട്ടിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഈ ബ്ലൂടൂത്ത് ആണോ, USB-B ആണോ, USB-A ആണോ എന്നുള്ളതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഇത്രയും സംഭവങ്ങളാണ് ചാനൽ ഇൻപുട്ടിൻ്റെ ഭാഗത്ത് ഈ സംഭവങ്ങളാണുള്ളത്. ഈ ഭാഗത്തേക്ക് വരുമ്പം നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ഔട്ട്പുട്ട് സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ അത് വരുന്നത്. അതിൻ്റെ അകത്ത് കൺട്രോൾ റൂമിൻ്റെ സെക്ഷൻസാണ് ഈ സെക്കൻഡിൽ വരുന്ന കൺട്രോൾ റൂം സെക്ഷനാണ്. കൺട്രോൾ ലെവലും അങ്ങനെയൊക്കെ ഉണ്ട്. റെക്കോർഡ് ലെവലിൽ എത്രത്തോളം വേണമെന്നുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ അത് ഇതാക്കാൻ പറ്റും. പിന്നെ കൺട്രോൾ റൂമിൻ്റെ സ്പീക്കേഴ്സിൻ്റെ വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ USB-A വരുന്ന USB സ്റ്റിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള പാട്ടുകളുടെ ഇതൊക്കെ ഇതിൻ്റെ അകത്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക.
ഇത് നമുക്ക് ആവശ്യമുള്ള പാട്ട് സെലക്ട് ചെയ്യാനാണെങ്കിൽ ഇത് അമർത്തി കൊടുക്കുക. എന്നിട്ട് പ്ലേ ബാക്ക് ഇതിവിടെ. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ മാസ്റ്റർ ഔട്ട്പുട്ട് ഉണ്ട്, ഡിജിറ്റൽ എഫക്ട്സിൻ്റെയും മീഡിയൻ്റെയും അതിൻ്റെ മാസ്റ്റർ കൺട്രോളറാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ റിട്ടേൺസിൽ ഈ പറഞ്ഞ പോലെ ഓക്സിലേക്ക് കൊടുക്കാനുള്ള ഇതുണ്ട് കേട്ടോ ഇവിടെ. അത് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത്. റിട്ടേൺസ് ഓക്സിലേക്ക് കൊടുക്കണമെങ്കിൽ അത് ഇവിടെ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്, കൺട്രോളർ ഇവിടെ ഉണ്ട്. അതുപോലെ ഇത് റിട്ടേൺസ് ഡയറക്റ്റ് മെയിനിലേക്ക് പോകുമ്പോൾ അതിൻ്റെതുണ്ട്. പിന്നെ നമുക്ക് എഫക്ട്സ് മ്യൂട്ട് ചെയ്യാനുള്ള സംവിധാനമാണിത്. എഫക്ട്സ് നമുക്കൊന്നും ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നുകൂടി ടെസ്റ്റ് എഫക്ട്സ് മ്യൂട്ടായി കിടക്കുന്നുണ്ട്. ടെസ്റ്റ് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എഫക്ട്സ് വേണമെങ്കിൽ എഫക്ട്സ് കൊടുക്കുക, അതല്ല മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാം. അത്രയും സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. അതിനുള്ള സ്വിച്ചാണിത്. നേരെ നമുക്ക് ഇവിടെ ഉള്ളത് മാസ്റ്റർ ഔട്ട്പുട്ടാണ്, ലെഫ്റ്റ് റൈറ്റ്. പിന്നെ ഒരു മൈക്ക് ഇൻപുട്ട് എന്നുണ്ട്, മൈക്ക് മ്യൂട്ട് എന്നുണ്ട് സംഭവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് എങ്ങനെയാണ് വേണ്ടത്, സ്റ്റീരിയോ ആണെങ്കിൽ സ്റ്റീരിയോ, അല്ലെങ്കിൽ മോണോസം ആണെങ്കിൽ മോണോസം. അതിന് ഒരു സ്വിച്ച് വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, ഒരു കോസ്മോസ് സി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. ടെസ്റ്റ് അപ്പോൾ കോസ്മോസ് സി, അതായത് ആ മാസ്റ്റർ ഔട്ട്പുട്ടിൽ നമുക്ക് എഫക്ട്സ് എത്രത്തോളം വേണമെന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ടോണിൽ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ടോണിൽ ചേഞ്ച് ചെയ്ത് അതൊന്നും കൂടെ എനേബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനേബിൾ ചെയ്തപ്പോൾ ടോൺ ചേഞ്ച് ചെയ്ത് ഇത് ഹൈസ് കൂടുതലാക്കി, ഞാൻ ലോവും കൂടുതലാക്കി. ലോ ഒക്കെ ഒരു സബ് സിന്തസിസ് ഔട്ട്പുട്ടാണ് ഇതിൽ വരുന്നത്. ടെസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഇതാണ് കോസ്മോസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു 70s 80s ഉള്ള ആംപ്ലിഫയേഴ്സിലൊക്കെ ഒരു ലൗഡ്നെസ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ലൗഡ്നെസ് സ്വിച്ചിൻ്റെ അതേപോലത്തെ സംഭവമായിട്ടാണ് അത് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ആവാനാണ് സാധ്യത ആണെന്ന്. അപ്പം അതാണ് കോസ്മോസ് സി. അത് മാസ്റ്റർ ഔട്ട്പുട്ടിൽ ഒരു എൻഹാൻസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ച ഒരു സംഭവമാണ് ഈ കോസ്മോസ് സി. മുമ്പ് ഞാൻ നമ്മുടെ PBൻ്റെ ആംപ്ലിഫയേഴ്സിലൊക്കെ ഉണ്ട്, ഗിറ്റാർ ആംപ്ലിഫയേഴ്സിലും അതുപോലെ ബേസ് ആംപ്ലിഫയറിലൊക്കെ അത് കണ്ടിട്ടുണ്ട് കോസ്മോസ്. കൺസോളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ അതിൽ കോസ്മോസ് എന്നുള്ള പേരിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ കൺസോളിൽ വരുമ്പോൾ അത് കോസ്മോസ് സി. എനിക്കൊന്ന് കൺസോളിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും കോസ്മോസ് സി എന്ന് പേര് കൊടുത്തതെന്ന് വിചാരിക്കുന്നു. പിന്നെ അവസാനമായിട്ട് വരുന്നത് നമ്മുടെ ഹെഡ്ഫോൺസ് ഔട്ട്പുട്ടാണ്. ഹെഡ്ഫോൺസ് ഔട്ടിൻ്റെ കൺട്രോളറാണ്. ഹെഡ്ഫോൺസ് വരുന്നത് ഈ സൈഡിലാണ്, ഇവിടെയാണ് ഹെഡ്ഫോൺസ് ഔട്ട്പുട്ട് വരുന്നത്. ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ വരുന്നത്. ബാക്ക് സൈഡിൽ പിന്നെ അധികം സംഭവങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡിലാകെ ഉള്ളത് USB B ഇൻപുട്ട്, പിന്നെ നമ്മുടെ പവർ. ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പം ഞാൻ കേട്ടിടത്തോളം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന്, ഔട്ട്പുട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും അപാര സംഭവം ഉള്ള ഔട്ട്പുട്ടൊന്നും ഇതിൻ്റെ അകത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. സ്റ്റുഡിയോന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണെങ്കിലും ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ നമ്മുടെ എന്താ പറയുക, AD കൺവേർട്ടേഴ്സ് എന്ന അത്ര വലിയ സുഖമുള്ള കൺവേർട്ടേഴ്സായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത്ര ഒരു ഹൈ ഹാൻഡ് ഔട്ട്പുട്ട് എന്താ പറയുക കൺവേർട്ടിംഗ് ഒന്നും ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു എൻട്രി ലെവൽ കൈൻഡ് ഓഫ് ചീപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൺവേർട്ടേഴ്സായിട്ടാണ് തോന്നുന്നത്. അപ്പം ചെറിയ ഇപ്പം നമ്മുടെ ലൈവ് പ്രോഗ്രാമിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കൺവേർട്ടേഴ്സാണ് ഇതിൻ്റെ അതുള്ളത്. കൺസോളാണിത്. നമുക്ക് മിക്സ് ചെയ്യുകയും ചെയ്യാം. മിക്സിങ് ഇതിന് പറ്റിയതല്ല. മിക്സിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ മിക്സിങ്ങിന് പറ്റിയതല്ല. പക്ഷേ നമുക്ക് ലൈവിൽ മിക്സിങ്ങിനൊക്കെ പറ്റും. ഒക്കെ കുഴപ്പമില്ലാത്ത സംഭവമാണ്. അതായത് ഒരു ചെറിയൊരു കാരോക്കെ പോലത്തെ സംഭവത്തിനൊക്കെ നമുക്ക് ഇട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റിയ സംഭവമാണ്. പക്ഷേ ഒരു ഹൈ ഹാൻഡ് ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചിട്ടൊന്നും പോകേണ്ട. ചെറിയ പരിപാടികൾക്കൊക്കെ ഓക്കെയാണ് ഈ സംഭവം. അതുപോലെ അതിൻ്റെ റെക്കോർഡിങ്ങും ഓക്കെ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നല്ല ഒരു അടിപൊളി ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ അടിപൊളി റെക്കോർഡിങ്ങൊന്നും പ്രതീക്ഷിച്ച് അതിൻ്റെ അകത്ത് വരരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇഷ്ടംപോലെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാൻ ഒരു ഭംഗിയൊക്കെ ഉള്ള സംഭവമാണ്. എല്ലാ ലൈറ്റുകളും ഒക്കെ വെച്ച് വരുമ്പം എന്താ പറയുക,
സോറി ബാക്ക് മ്യൂട്ടായിപ്പോയി. എല്ലാ ലൈറ്റും ഒക്കെ ഓണാക്കി വരുമ്പം കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. സംഭവം ഇഷ്ടംപോലെ ലൈറ്റുകളൊക്കെ ഉണ്ട്, ചുവപ്പും ഓറഞ്ചും കളറൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്നത് വിട്ടുപോയി. അപ്പം ഇതിൽ ചെറിയ പരിപാടികൾക്കൊക്കെ പറഞ്ഞതുപോലെ റെക്കോർഡിങ്ങിനും പ്ലേ ബാക്കിനും ഡിജിറ്റലിയും അല്ലാതെയൊക്കെ പ്ലേ ബാക്കൊക്കെ ചെയ്യാൻ പറ്റിയ സംഭവം തന്നെയാണ്. പക്ഷേ ഭയങ്കര ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി റെക്കോർഡിങ് ഒന്നും ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിച്ച് ആരും നിൽക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഒരു പ്രോഗ്രാമിന് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്, റെക്കോർഡിങ്ങിനും ചെയ്യാൻ പറ്റിയ സംഭവമാണ്. വലിയ മോശം എന്ന് പറഞ്ഞുകൂടാ, വളരെ മോശമുള്ള സംഭവം എന്നൊന്നും പറഞ്ഞുകൂടാ, ഓക്കെയാണ്. അതിൻ്റെ പ്രൈസ് റേഞ്ച് നാട്ടിൽ എത്ര വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ കിട്ടിയപ്പം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ട്രയൽ റണ്ണിന് വേണ്ടി തന്നതാണ്. ഇതിപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. See you, bye guys.